ഹായ്, നമുക്കൊന്ന് ഗുരുവായൂർക്ക് പോയാലോ? അപ്പോൾ ഇത് വീട്ടിൽ വെച്ച് ഇൻട്രോ എന്നും പറയാതിരുന്നതെന്ന് വെച്ചാൽ എന്നും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ നിന്ന് ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ വരുന്ന വഴിയൊന്നും ഞങ്ങൾ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ തൃപ്രയാർ അമ്പലത്തിലാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ വീഡിയോകളൊന്നും എടുക്കുന്നില്ല. പുറമേക്കുള്ള കാഴ്ചകൾ, അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പുഴ, ഇവിടെ മീനൂട്ട് നടത്തുന്ന കടവിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. കടവിലാണ് മീനൂട്ട് നടത്തുക. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കുന്നില്ല. പിന്നെ അപ്പുറത്തേക്കൊരു പാലമുണ്ട്. അത് അപ്പുറത്തുള്ള സ്ഥലം ഏതാണെന്നറിയില്ല. തൃപ്രയാർ തന്നെയാണ്. അതിൻ്റെ ഭാഗങ്ങളൊന്നും നമുക്കറിയില്ല. നല്ല ഭംഗിയുള്ള നാടൻ ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാം. ധാരാളം തെങ്ങും. അപ്പോൾ ഞങ്ങൾ തൃപ്രയാറിന്ന് തൊഴുതിറങ്ങി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നിട്ടാണ് എപ്പോഴും ഫുഡ് കഴിക്കുക. അപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ള ഒരു ആൽമരം, അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു മാവുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് കുറച്ച് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി നേരെ ഗുരുവായൂർക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർക്ക് പോകുന്ന വഴി ഇതിപ്പോൾ ഇരിങ്ങാലക്കുട കഴിഞ്ഞു NH17 വഴിയാണ് പോകുന്നത്. അപ്പോൾ നല്ല വാഗമരങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്നു. ഒരുപാട് സ്ഥലത്തുണ്ട് യെല്ലോയും റെഡും നല്ല ഭംഗിയായിട്ട്. മെയ് മാസം ആറായതുകൊണ്ട് എല്ലാ സ്ഥലത്തും വാഗ പൂത്ത് കഴിഞ്ഞു. അപ്പോൾ പോകുന്ന വഴിയിൽ അധികം കാഴ്ചകൾ എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ റോഡിലധികം നിർത്തുന്നില്ല, സ്ട്രെയിറ്റ് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ വണ്ടി പോയി കഴിയുമ്പോൾ നേരെ നോക്കൂ, നല്ല ഭംഗിയുള്ളൊരു മരം. മരത്തിൻ്റെ പേരറിയില്ല. ആൽമരത്തിൽ നിന്നുള്ള പോലെ കുറേ ഇതൊക്കെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. മരത്തിൻ്റെ വേരാണോ എന്താണ്, നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നമ്മളിത് തൃപ്രയാർന്ന് ഗുരുവായൂരേക്ക് പോകുന്ന റൂട്ടിൽ കാണുന്ന കാഴ്ചകളാണ്. ഇവിടെ റോഡിൽ മുഴുവനും നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കിച്ചൂസ് വന്നിട്ടില്ല. അതുകൊണ്ട് രാജീവേട്ടൻ ക്യാമറയുടെ ബാക്കിലാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ എന്നറിയില്ല ഈ ആൽമരം കാണിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ആൽമരം. ഈ പച്ചപ്പുള്ള മരങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ, അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. എപ്പോഴും നമ്മുടെ കുക്കിംഗ് അല്ലേ കാണുന്നത്. ഇടയ്ക്ക് ഇതുപോലെ നമ്മുടെ മരങ്ങളൊക്കെ കണ്ടെന്ന് എൻജോയ് ചെയ്യണ്ടേ. നല്ല റെഡ് വാഗ. അവിടെ അതിന്റെ ഫ്ലോറല്ല സോറി, അതിന്റെ താഴെ നോക്കിയേ, ഫ്ലോർ നോക്കിയെന്ന്. ആ മരത്തിന്റെ താഴെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല പൂക്കളിങ്ങനെ വീണ് കിടന്നിട്ട് അതിൻ്റെ അടിയിൽ പോയി നിൽക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങളിതാ ഗുരുവായൂരെത്തി. എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഗരുഡൻ, പിന്നെ വിളക്കുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാക്കി ഉള്ള AKG സ്മാരക കവാടം. ഇതിപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ നേരെ കാണുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നട. അപ്പോൾ ഞങ്ങളിനി പതുക്കെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് തൊഴുതിറങ്ങിയിട്ട് ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുക്കാം. വീഡിയോയിൽ ചെറിയ ഷെയ്ക്ക് ഉണ്ട്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്ന വണ്ടിയിലിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ചെറിയ ഷെയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും ഷെയ്ക്ക് ഇല്ലല്ലോ, അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ സാധാരണ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാറുള്ളത് അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ സ്പേസ് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്പേസ് ഉണ്ടായില്ല. ഈ പ്രാവശ്യം ഗേറ്റൊക്കെ ഓപ്പണായി കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഈ ലെഫ്റ്റ് സൈഡില് കുറച്ച് കടകൾ കൂടുതൽ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ഇപ്പോ
ലെഫ്റ്റ് സൈഡിൽ പുതിയ കുറച്ച് കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതാണ് പെട്ടെന്ന് തന്നെ സ്ഥലം മാറിപ്പോയ പോലെയുള്ള വ്യത്യാസം. ഇവിടെ കൗസ്തുഭം റെസ്റ്റ് ഹൗസിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഞങ്ങൾ എപ്പോഴും വണ്ടി ഇടാറുള്ളത്. അപ്പോൾ ഞങ്ങളിനി അമ്പലത്തിലൊക്കെ കയറി കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ പോയിട്ടെ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. അപ്പോൾ 1:45. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു. മസാല ദോശ വന്നു. രാജീവേട്ടന് പൊറോട്ട എത്തിയിട്ടില്ല. പൊറോട്ടയൊക്കെ വന്നിട്ട് വേണം കഴിച്ചു തുടങ്ങാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങട്ടെ. മസാല ദോശയാണ്. ചൂട് ക്ലൈമറ്റാണ്. പൊടിയുള്ള ദോശയാണോ എന്നൊന്നും അറിയില്ല. കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. കഴിച്ചു നോക്കട്ടെ കേട്ടോ അങ്ങനെയുണ്ടെന്ന്. പൊടിയൊന്നുമില്ല. സാധാരണ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ചൂട് ക്ലൈമറ്റിൽ ദോശ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പുളിയുള്ള ദോശയാണ് കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞത്. ഇപ്പോൾ പുളിയൊന്നുമില്ലാത്ത കുഴപ്പമൊന്നുമില്ലാത്ത ദോശയാണ്. ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട്. സാമ്പാർ ഞാൻ കഴിച്ചു നോക്കില്ല. ചട്നി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അവർ നമുക്ക് പറഞ്ഞിട്ടുള്ള കണ്ടുപിടിച്ചെടുക്കാം. പൊറോട്ട അധികം കഴിക്കുന്നത് എനിക്ക് വീഡിയോ എടുത്തു. പൊറോട്ട നല്ല മുരിഞ്ഞ പൊറോട്ട, കാണാൻ നല്ല ഭംഗിയുണ്ട്. എങ്ങനെയുണ്ട് പൊറോട്ട? നല്ല സൂപ്പർ പൊറോട്ട. കാണുമ്പോൾ തന്നെ എൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നു. ഭംഗിയും ടേസ്റ്റും സംഭവം കൊള്ളാം. ഞങ്ങൾ പൊറോട്ടയും ദോശയൊക്കെ കഴിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പൊറോട്ട കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പൊറോട്ടയാണ്. ചില ഹോട്ടലിലെ പൊറോട്ട കാണുമ്പോൾ പറയാൻ പറ്റും അത്ര നല്ല ക്വാളിറ്റി അല്ല എന്നുള്ളത്. ഇത് വലിയ തിരക്കൊന്നുമില്ല. ആദ്യ ഹോട്ടലാണ്. കുറച്ചും കൂടെ നടക്കണം എന്നുള്ളൂ നമ്മൾ കിഴക്കേ നടയിലേക്ക്. ഞങ്ങൾ ഒരു ഷോപ്പിൽ ചോദിച്ചു ഇവിടെ ഏതാണ് നല്ല ഹോട്ടലുള്ളതെന്ന്. അങ്ങനെ അവർ പറഞ്ഞു തന്നതാണ്. അപ്പോൾ വന്ന ഫുഡ് കണ്ടപ്പോഴും ഹോട്ടലിൻ്റെ അറ്റ്മോസ്ഫിയറും എല്ലാം നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലാത്ത ഹോട്ടൽ. ശരവണ ഭവനിൽ കഴിഞ്ഞ വന്നപ്പോൾ ഒന്നിനും കൊള്ളില്ലായിരുന്നു. പേര് മാത്രമേ ഉണ്ടായിരുന്നു നല്ലതുള്ളൂ. അത് കാരണമാണ് വേറെ ഷോപ്പിൽ ചോദിച്ചത്. ഇത്തവണ വന്നപ്പോഴത്തേക്കും നല്ല ഹോട്ടലേതാണ്. അപ്പോൾ പുതിയതായിട്ട് ആര്യാസ് തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഹോട്ടലാണ്. അതെ, ഇപ്പോഴും എല്ലാവർക്കും അബദ്ധം പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളുള്ള കാര്യം പറയുന്നത് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നതല്ലേ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഗുരുവായൂർ വരുന്ന ആളുകൾ ഈ ഒരു ഹോട്ടൽ ശരവണ ഭവനിൽ കയറാതെ ഇവിടെ വന്നിട്ട് കഴിച്ചു നോക്കൂട്ടോ. നല്ലതാണ്. ശരവണ ഭവനിൽ കയറിയിട്ട് കൊള്ളില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അവിടെ വടക്കേക്കോട്ട അതിൽ ശരവണ ഭവനുണ്ട്. അത് നല്ല ഹോട്ടലാണ്, നല്ല ഫുഡാണ് അവിടുത്തെ. പക്ഷേ ഇതിവിടെ അമ്പലത്തിനൊക്കെ അടുത്താകുമ്പോൾ ചില ഫുഡിന് ക്വാളിറ്റിയൊക്കെ കുറവായിരിക്കും. പിന്നെ ഞങ്ങളിതുപോലെ ചോറൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ചൂടായിട്ട് കിട്ടുന്ന ഫുഡാണ് കഴിക്കാറുള്ളത്. ഒരു പീസ് എടുത്തോ. നല്ല പൊറോട്ട ആയതുകൊണ്ട് കറി ഇല്ലാതെ കഴിക്കാൻ പറ്റും. ഒരു പൊറോട്ട ഞാൻ ഏകദേശം കറി ഇല്ലാതെയാണ് കഴിച്ചു തരുന്നത്. അത് ഞാൻ ഏത് ഹോട്ടലിൽ ചെന്നല്ലോ അങ്ങനെയുള്ള. നല്ല പൊറോട്ട അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കഴിക്കുള്ളൂ. നല്ല പൊറോട്ട ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ കടകളിലും സെറ്റും മുണ്ടും സാരിയും ഒക്കെ നല്ല ഭംഗിയുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീക്ക്നെസ് സെറ്റും മുണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സെറ്റും മുണ്ടിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മൾ പൊതുവെ പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഷോപ്പിലാണെങ്കിലും ഡിസ്പ്ലേ ഇട്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും നോക്കാതെ പോരില്ലല്ലോ. വാങ്ങിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് കണ്ട കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി സെറ്റും മുണ്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ല. ആവശ്യത്തിനുണ്ട്, ചുറ്റുമുണ്ട് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു. മയിൽപ്പീലി ഡിസൈൻസ് ഉണ്ട്. ആനയെ പേടിയുള്ള ആൾ ആനയുടെ വീഡിയോ എടുക്കാൻ വന്നേക്കാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഒരു ആനയുടെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ആനയെ നല്ല പേടിയാണ്. പക്ഷേ ഞാൻ കുറേ വർഷം മുന്നേ വന്നതാണ് ഇവിടെ. അപ്പോൾ എനിക്ക് ആന ഒന്ന് കാണണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. ആനയെ കാണാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. പക്ഷേ ആനയെ പേടിയുള്ള ആളുകൾ ഭൂരിപക്ഷമായിരിക്കും എന്ന് എൻ്റെ വിശ്വാസം, എന്നെ പോലെ. അപ്പോൾ ഇവിടെ നല്ല നല്ല ആനക്കുട്ടികൾ. ചില ആനകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നു, ചില
ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചൂടില്ല കേട്ടോ ഒട്ടും തന്നെ. എന്താണെന്ന് വെച്ചാൽ നിറയെ മരങ്ങളുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വരുമ്പോഴുള്ള ചൂടും പ്രശ്നങ്ങളും ഒന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആന മനുഷ്യനെ പേടിപ്പിച്ച് പണ്ടാരം പിടിക്കാൻ മര്യാദക്ക് പേടിയില്ല എന്നെ വരെ പേടിപ്പിച്ച്. ആന അങ്ങനെ നടക്കുന്നുണ്ടോ? ഫ്രണ്ടിലും കാലിൽ ചങ്ങലിട്ടുണ്ട്, ബാക്കിലെ കാലിൽ ഞങ്ങളിട്ടുണ്ട്. ഈശ്വരത വഴിയുടെ നടത്തി നിർത്തിയിട്ട് ശേഷം ചെയ്തത്. ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാട്ടോ എനിക്കറിയാവുന്നത്. ഇവിടെ പണ്ട് ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു മലയാളത്തിൽ. പഴയ സിനിമയാണ്. ആ സിനിമ ഷൂട്ട് ചെയ്തത് എവിടെയാണ്? ഈ പുന്നത്തൂർ കോട്ടയിൽ. ആ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഈ കോട്ടയും പരിസരമൊക്കെ കാണുമ്പോൾ. പിന്നെ അത് അവിടെ ഒരു ആന കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അകലെ നിന്ന് പറയാനുള്ള ധൈര്യം എനിക്കുള്ളൂ. ആനയുടെ കാര്യത്തിൽ അത്ര ധൈര്യമില്ല. അപ്പോൾ ഈ ആന പോയതുകൊണ്ട് ഞങ്ങൾ ഇത്രയും കൂടെ മുന്നോട്ട് പോവാണ്. എവിടെ നോക്കിയാലും ആന മാത്രമേ ഉള്ളൂ കേട്ടോ. ആനക്കോട്ടയിൽ വന്നിട്ട് ആനയില്ല എന്ന് പരാതി പറയരുതല്ലോ. അതുകൊണ്ട് ധാരാളം ആനകളുണ്ട്. നമ്മുടെ ജയഭാരത് ഓടിക്കളിച്ച് നടന്ന സ്ഥലമാണ് അതൊക്കെ. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ സിനിമയിൽ വേണ്ടിയിട്ടല്ലേ. ഇതുണ്ട് ആനക്കൊട്ടിൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ ആനക്കൊട്ടിലാണ്. പത്തനംതിട്ട റാന്നിയിലുണ്ട് ആനക്കൊട്ടിൽ. പിന്നെ നമ്മുടെ ഇവിടെ കോടനാടുണ്ട്. ഇവിടെ നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലും ചങ്ങല കിളിങ്ങുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ. ചുറ്റും നോക്കിയിട്ട് വേണം നിൽക്കാനും നടക്കാനും ഒക്കെ. ആന അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. ഇത് ആനയുടെ തലയിൽ ഓല കണ്ടോ? വെയിലുള്ള ഒരു കുട്ടിയാണല്ലോ ഇത്. അതിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ലല്ലോ. കണ്ടിട്ടോ അത് ശരിക്കും ഓല എടുത്തിട്ട് ഓല അല്ലാത്ത ഓലയാണ്. പോണ്ട ഈ ആനേനെ പേടിച്ച് ഓടിയാൽ മറ്റാനോ അവിടെ ഇവിടെ പേടിച്ചോട്ടിട്ട് ഒരു കാര്യമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റാന കാലിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുക. അയ്യോ, പിന്നെ ആ ആനേനോട് പറയേണ്ടി വരും എന്നെ ഒന്ന് രക്ഷിക്കാൻ. അങ്ങോട്ടൊന്നും പോകണ്ടതൊന്നും അത് നോക്കിയതിൻ്റെ പരിപാടി. അതിന് ഇവിടെ ചൊറിഞ്ഞിട്ട് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഉറങ്ങിട്ടാണെങ്കിലും അത് ഞങ്ങൾക്ക് ഇത്രയും പോയി ഇതിൽ അങ്ങ് പോവാ. ഇതിൻ്റെ മ്യൂസിയമുണ്ട്. ഇത്ര നടക്കേണ്ടി വരും. എനിക്ക് ചിരി വരില്ല. ഇതൊക്കെയാണ് നമ്മുടെ പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനകൾ. ആനകളുടെ പേരൊന്നും വായിക്കാൻ നിന്നില്ല. ഇവിടെ എവിടെ നോക്കിയാലും ആനതാ. അവിടെ ദൂരെ മുതൽ ആനയുണ്ട്. ആ ഷെഡിൻ്റെ ഉള്ളിലൊക്കെ ആനയുണ്ട് കേട്ടോ. ആനയുടെ ചുറ്റും കൊക്കുണ്ട്. അപ്പോൾ ഈ പുന്നത്തൂർ കോട്ടയിൽ എൻട്രി ഫീ ഉള്ളതാണ്. അഡൽട്ട്സിൽ 20 രൂപ, കുട്ടികൾക്ക് 10 രൂപ. പക്ഷേ കാണാനുള്ള കാഴ്ചകളുണ്ട്. ചൂടില്ല. നമുക്ക് ഒരു ദിവസം ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചൂടായതുകൊണ്ട് ആനയെ എപ്പോഴും നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ബാക്കിലൊരു JCB അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ട്.
അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ചു പോരാണ്. ഇപ്പോൾ 3-ാം കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ റോഡ് സൈഡിൽ നമ്മുടെ ആ സൈൻ ബോർഡിൽ കണ്ട പേരാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ആ ലോറി ഒന്ന് പോട്ടെ കേട്ടോ. ലോറി പോയി കഴിഞ്ഞാലേ നമ്മൾ ഈ പോകുന്ന റോഡിൻ്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ 2 സൈഡിൽ ശ്രദ്ധിച്ചിട്ടില്ലേ ധാരാളം പുളിമരങ്ങൾ. അതുപോലെ ഇവിടെ പുളിമരങ്ങളല്ല, തണൽ മരങ്ങളാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്. 2 സൈഡിൽ നിന്നുള്ള മരത്തിൻ്റെ കൊമ്പും റോഡിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് പോവാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളൊരു കാഴ്ച കണ്ടിരുന്നു. അത് ഈ പ്രാവശ്യം ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. രാത്രി 8 മണിയാകുമ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വൈറ്റില ജംഗ്ഷൻ പാസ് ചെയ്ത് കിട്ടാൻ സമയം കൂടുതലെടുത്തു. അപ്പോൾ പിന്നെ വരുന്ന വഴിയിൽ ഇരുട്ടൊക്കെ ആയതുകൊണ്ട് സന്ധ്യ ആയി തുടങ്ങിയതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞ കാഴ്ച കാണിച്ചു തരാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. കുറച്ച് കല്ലുമ്മക്കായൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതായിരുന്നു, ഈ പ്രാവശ്യം നോക്കിയിട്ട് കണ്ടില്ല. പിന്നെന്താ, അപ്പോൾ വീട്ടിലെത്തി നന്നായിട്ട് ടയേർഡാണ്. ഇനി ഒന്ന് കുളിക്കണം, ഡ്രസ്സ് മാറണം, കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം, പിന്നെ കിടന്നുറങ്ങണം. മെയിനായിട്ട് ഭക്ഷണം കഴിക്കാൻ, കിടന്നുറങ്ങാം. ഇനിയുള്ള പരിപാടി അതാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചായ കുടിക്കാനൊന്നും വണ്ടി നിർത്തിയില്ല, നേരെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗുരുവായൂർ പോയതെന്ന് വളരെ കുറച്ചു പേർക്കൊക്കെ അറിയാം. എനിക്ക് വാട്സാപ്പിൽ രാവിലെ മുതൽ മെസ്സേജൊക്കെ വന്നിരുന്നു. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഗുരുവായൂർ പോയത്. മാക്സിമം എല്ലാ വർഷവും പോകാൻ ശ്രമിക്കാറുണ്ട്, ഒരു 90% സാധിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ 7:15 ആയപ്പോഴാണ് ഗുരുവായൂർക്ക് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. എനിക്ക് അതും വാട്സാപ്പ് വന്നിരുന്നു, ഇന്ന് വീഡിയോ ഇല്ലേ, എന്താണ് കാണാത്തത്, വീണ്ടും നെറ്റ് കംപ്ലൈൻ്റ് ആണോ, എന്തേ ചേച്ചിയെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇന്ന് വീഡിയോ ഉണ്ടാവുന്നതല്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ ഗുരുവായൂർ പോവാണ്, അടുത്ത ദിവസമേ വീഡിയോ ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ യാത്രയും ബർത്ത്ഡേ പരിപാടികളും. വേറെ സെലിബ്രേഷനൊന്നുമില്ല, കേക്ക് കട്ടിങ്ങോ അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ചെയ്യാറില്ല. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ ഈ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരൂ. ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് അടുത്ത മാസം 8-ാം തീയതിയാണ്, മെയ് 8 ഇതിപ്പോൾ നമ്മൾ ജനിച്ച നാളനുസരിച്ചുള്ള ആ ഒരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യില്ലേ, അതാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ടതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ അടുത്ത കുക്കിങ്ങുമായിട്ട് കാണാം.